വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. ഭാരതീയ ജനതാ പാർട്ടി, ഞാൻ നേരത്തെയും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഞങ്ങളെല്ലാവരും പറഞ്ഞത്, ഭാരതീയ ജനതാ പാർട്ടി യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോൾ ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിയാണ്. മയക്കുമരുന്ന് മാഫിയക്കെതിരെ പോലും ഒരു പ്രതികരണമോ സമരമോ നടത്താൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. താങ്കളെ പോലെ അല്ലെങ്കിൽ മറ്റു ബിജെപിയുടെ കേരളത്തിലെ നേതാക്കളെ പോലെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളല്ല രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. എങ്ങനെ ഈ നേതൃത്വത്തിന് അതിന് ഒരു തടസ്സങ്ങളില്ലാതെ നേരിടാൻ പറ്റുമോ? അല്ല, അദ്ദേഹം എന്താണ്, അദ്ദേഹം പുതിയ ആളാണോ? അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എല്ലാ വ്യക്തികൾക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പുതുമയുമില്ല എന്നുള്ളതാണ്. അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കും. വനിതയെ സംസ്ഥാന അധ്യക്ഷയായി പരിഗണിക്കുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ചേച്ചിക്ക് അടക്കം സാധ്യത ഉണ്ടായിരുന്നു. എങ്ങനെ കാണുന്നു ഇപ്പോൾ അത് പരിഗണിക്കാത്തതിൽ? അല്ല, ഒരാളെ മാത്രമാണോ? നിങ്ങൾ എത്ര ആളുകളുടെ പേര് പറഞ്ഞു ചാനലുകളിൽ? അല്ല, എത്രയോ പേരുകൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങളാണ് ഓരോ ആളുകളുടെയും പേര് ജനസമക്ഷത്തിൽ പറഞ്ഞത്. അതിനുശേഷം കൃത്യമായി അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന പ്രസിഡന്റിനെ, അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കോർ കമ്മിറ്റി ചേർന്നിരുന്നുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം നോമിനേഷൻ സമർപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് അതിനെ വരവേൽക്കുകയല്ലേ വേണ്ടത്? അല്ല, ഇതെല്ലാം തന്നെ ചോദ്യവും ഉത്തരവും നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉത്തരം പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടി അതിശക്തമായിട്ട് മുന്നോട്ട് പോവുക, എല്ലാ തലത്തിലും പാർട്ടിക്ക് ശക്തമായിട്ടുള്ള വേരോട്ടമുണ്ടാക്കുക. ഇത് ഒരു നൈരന്തര്യമാണ്. പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നിർത്തിയ സ്ഥലത്ത് പാർട്ടി അവിടെ നിന്ന് വീണ്ടും അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്, പ്രവർത്തിക്കുകയാണ്. അതിന് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ല, നേതൃമാറ്റം എന്നുള്ളത് ഒരു സമയം, അതായത് ഒരു സമയം കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ മാത്രമല്ല ഇത്, ഓരോ സംസ്ഥാനങ്ങളിലും സമയത്തിൻ്റെ പരിധിക്കനുസരിച്ച് കൊണ്ട് പുതിയ പ്രസിഡന്റുമാർ അവർ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ ശ്രീമാൻ സുരേന്ദ്രന് ശേഷം പുതിയ പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിനെ സന്തോഷത്തോടു കൂടി നോക്കി കാണുക എന്നല്ലാതെ അതിനകത്ത് ഒരു ചോദ്യത്തിനും മറ്റൊരു ഉത്തരത്തിനും പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കാർ അന്വേഷിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഓടിയത്. കാറില്ലാത്തത് കൊണ്ട്, കാറില്ലാതെ നടന്നു വരാൻ പറ്റില്ലല്ലോ. അപ്പം കാറിനെ കാണാത്തത് കൊണ്ട് ഞാൻ തിരക്കിട്ട് ഓടുകയും പുറത്തേക്ക് വരികയും, ആ സമയത്ത് ഞാൻ എന്താ മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ വരാത്ത ആളാണോ? അല്ലെങ്കിൽ വരാൻ മടിയുള്ള ആളാണോ? എൻ്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നോമിനേഷൻ കൊടുക്കുന്ന സ്ഥലത്തെത്തുക എന്നുള്ളതല്ലേ. അതിനിടയിൽ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള വാർത്തകളും ഉണ്ടാക്കണ്ട. അല്ല, ഞാൻ മാത്രമല്ലെന്ന് പൂർണ്ണ പിന്തുണ, ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി ഉള്ളത്? പൂർണ്ണ പിന്തുണയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ വിവേചനക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയല്ലേ. തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയത്തോടടുത്ത ഒരു വ്യക്തി, ആ വ്യക്തി സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചർച്ച ചെയ്തതിന് ശേഷമാണല്ലോ തീരുമാനമെടുക്കുന്നത്. അതിനകത്ത് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? പാർലമെന്ററി രംഗത്തുള്ള പോലെ സംഘടനാ കൂടി വളർന്നു വന്ന ആളല്ല അദ്ദേഹം. വളർന്നു വന്നതാണ്. അത് അദ്ദേഹത്തിന് വെല്ലുവിളിയാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം നടത്തിയിട്ട് കടന്നു വന്നിട്ടുള്ള ഒരാളല്ല എന്നായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത്. പക്ഷേ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അത് തന്മയത്വത്തോടു കൂടിയിട്ട് ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യേണ്ടതല്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ, ഇപ്പോൾ കോർ കമ്മിറ്റിക്കകത്തുള്ള മുഴുവൻ ആളുകൾ, താഴെ തട്ടിലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ നാരായവേരുകളായിട്ടുള്ള പ്രവർത്തകന്മാർ, അതിൽ ബൂത്ത് പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ഇന്ന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 30 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. ജില്ലകളെ വിഭജിച്ചുകൊണ്ട് 30 പേരുണ്ട് അധ്യക്ഷ സ്ഥാനത്ത്. എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന
ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. ആ കഴിവുകളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് പാർട്ടി ഒരു സംഘടനാ സംവിധാനം ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആ സംഘടനാ സംവിധാനത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാഹനം എനിക്ക് കിട്ടാൻ കുറച്ച് വൈകി. കാരണം ഡ്രൈവർക്ക് തെറ്റുപറ്റി. ഞാൻ പുറത്തേക്ക് വേറൊരു വണ്ടിയിൽ കയറി പോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് കാറിൽ കയറാൻ വൈകിയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടന്ന് എൻ്റെ ആ ഹൊറൈസൺ ഹോട്ടലിലേക്ക് നടന്ന് വേറൊരു കാറിൽ കയറി പോരാൻ ശ്രമിക്കുന്നതിനിടയിൽ എനിക്ക് എൻ്റെ ഡ്രൈവർ വന്നു, വണ്ടിയും വന്നു. അപ്പോൾ 2 മിനിറ്റ് വൈകിപ്പോയി. തിരുവനന്തപുരമല്ലേ, ട്രാഫിക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് ഇത്രമാത്രം വേഗതയിൽ നിങ്ങൾ വാർത്തയാക്കുന്നത്. ഞാൻ ഇന്നലെ കൊടുങ്ങല്ലൂരിലെ, തൃശ്ശൂർ ജില്ലയിലെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു, ഒരു സമരത്തിലായിരുന്നു. ഒരൊറ്റ വരി വാർത്ത ഒന്നിലും കണ്ടില്ലല്ലോ. അപ്പോൾ ഈ നാടിനെ നന്നാക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ എല്ലാവരും ചേർന്നുകൊണ്ട് വാർത്ത ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. നോക്കൂ, എന്നോട് മാത്രം എന്താണ് ഈ ചോദ്യം? ഈ കോർ കമ്മിറ്റിക്ക് അകത്തുള്ള ഏതെങ്കിലും വേറൊരാളോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി വാർത്ത കണ്ടതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ശോഭാ സുരേന്ദ്രൻ്റെ മാത്രം എന്താ, എനിക്കെന്താ കൊമ്പുണ്ടോ? എന്തുകൊണ്ടാണ് എന്നോട് മാത്രം ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? ശോഭാ സുരേന്ദ്രൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വീടുകൾക്കകത്തുള്ള, നിങ്ങൾ ഇതുപോലെ എന്നോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്താണ് കോർ കമ്മിറ്റിയിൽ ഇല്ലാത്തത്? അപ്പം ഞാൻ എന്താ ഉത്തരം പറഞ്ഞത്? ജനങ്ങളുടെ ഹൃദയത്തിനകത്ത്, വീടുകൾക്കകത്ത് കോർ കമ്മിറ്റിയിൽ ഞാനുണ്ട്. നിങ്ങൾ വിടാൻ ഉദ്ദേശമില്ലല്ലോ. ഒരു നല്ല കാര്യം നടക്കുമ്പോൾ, ഒരു നല്ല ദിവസം, ഞങ്ങളുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചാർജ് എടുക്കുന്ന സമയത്ത് പോലും ഇതിനകത്തൊരു കുത്തിത്തിരിപ്പ് വാർത്തയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? അതല്ലേ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ട ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരനെ കോർ കമ്മിറ്റിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തതിന് പിന്നാലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ എത്താത്തത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ മനഃപൂർവ്വം വിട്ടുന്നതല്ല എന്ന വിശദീകരണം അടക്കമാണ് ശോഭാ സുരേന്ദ്രൻ നൽകുന്നത്. ഡ്രൈവർക്ക് പറ്റിയൊരു പിഴവ് കൊണ്ടാണ് താൻ കൃത്യസമയത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങിലേക്ക് എത്താൻ കഴിയാത്തതടക്കമുള്ള കാര്യങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ തൽക്കാലം പറഞ്ഞുവെക്കുന്നത്.